ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇപ്പോഴത്തെ കടുത്ത ചൂടുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. എന്നാൽ അതോടൊപ്പമാണ് രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന, കഴുത്തിൻ്റെ ഭാഗത്ത് വേദന, കഴുത്തിൻ്റെ പുറകിൽ വേദന, നമ്മുടെ തല ഇങ്ങനെ ബാക്കിൽ വലിഞ്ഞ് മുറുകുന്ന പോലെ വരുന്ന തലവേദന, കൈകാലം കഴപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയണം ചെറുതായിട്ടൊന്ന് ശരിയാവാൻ. എനിക്ക് പ്രത്യേകിച്ച് സന്ധിവാദം എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വയം ആലോചിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇത് പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെയധികം അലട്ടുന്ന പ്രശ്നമാണിത്. ഇതിൻ്റെ കാരണങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് സമയത്തുണ്ടാകുന്ന ഈ കടുത്ത നമ്മുടെ ഈ ശരീരം വേദനയുടെയും കഴപ്പിൻ്റെയും കാരണവും ഇത് മറികടക്കാനുള്ള സിമ്പിൾ മാർഗ്ഗങ്ങൾ, ഇതിൻ്റെ കാരണം മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മറികടക്കാനുള്ള മാർഗ്ഗങ്ങൾ ഒരു ഐഡിയ കിട്ടും. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഫാനിൻ്റെ നേരെ താഴെ കിടക്കുന്നതാണ്. നമ്മൾ അത്യാവശ്യം എല്ലാവരും ചെയ്യുന്നത് എന്താ, കട്ടിൽ ഫാനിൻ്റെ താഴേക്ക് നീക്കിയിട്ടിട്ട് ഫാൻ നല്ല ഫുൾ സ്പീഡിലിട്ടിട്ട് കിടക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണ്ടേ, ഇപ്പോഴത്തെ സീസണിലെ പ്രശ്നമാണ്. ഇതിൻ്റെ കൊണ്ട് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? ഫാനിൻ്റെ കടുത്ത നല്ല സ്പീഡിലുള്ള കാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഈ കാറ്റ് കൊള്ളുന്ന ഭാഗത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ തട്ടുകയും ആ ഭാഗത്ത് പെട്ടെന്ന് നമുക്കങ്ങ് തണുക്കുകയും ചെയ്യും. ആ ഭാഗത്ത് മസിൽ തണുക്കുമ്പോൾ ആ ഭാഗത്ത് മസിൽ കൊണ്ട് കൺട്രാക്ട് ചെയ്യും. എന്നാൽ നമ്മൾ കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അവിടെ കാറ്റ് കിട്ടുന്നില്ല, ആ ഭാഗത്ത് വേർപ്പ് നന്നായിട്ടുണ്ടാവും. ഈ ഭാഗത്ത് വേർപ്പ് കണ്ടിന്യൂസ് ആയിട്ട് തങ്ങി നിൽക്കുമ്പോൾ അവിടെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി കിടക്കയിൽ നമ്മൾ വീണ്ടും ഒന്ന് തിരിഞ്ഞെല്ലാം കിടക്കുന്ന സമയത്ത് ഈ മസിലുകൾ പെട്ടെന്ന് കൊണ്ടങ്ങ് കൺട്രാക്ട് ചെയ്ത് വീണ്ടും നിവർത്താൻ ശ്രമിക്കുമ്പോൾ മസിൽ കൊണ്ടങ്ങ് പിടിക്കും. നമ്മുടെ മസിലുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം ഇല്ല. എന്നാൽ മസിലുകൾ ഇങ്ങനെ കുറേ നേരം അനങ്ങാതിരുന്നിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മസിലുകൾ കൺട്രാക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ മസിലും ഒരേപോലെ വികസിക്കണമെന്നില്ല. ഇപ്പോൾ നമുക്ക് വേദന വരും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നറിയോ? ഈ മസിലുകളുടെ അടിയിൽ കൂടെ പോകുന്ന നാഡികൾ, രക്തക്കുഴൽ, ഇവിടെ എല്ലാം പെട്ടെന്നൊരു കംപ്രഷൻ വരികയും ആ ഭാഗത്ത് വേദന, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ ഈ നാഡികൾ പോകുന്നത് അവിടേക്ക് നമുക്കൊരു വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഈ കംപ്രഷൻ, കൂടുതലും പേരും ഈ തലയുടെ ബാക്ക് വേർക്കുന്നവരാണ്. ഇങ്ങനെ വരുന്ന ഈ വേർപ്പ് കാരണം എന്ത് സംഭവിക്കും? ഇവിടുത്തെ മസിൽ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന അനുഭവപ്പെട്ടു എന്ന് വരാം. ഇവിടുത്തെ കഴുത്തിൻ്റെ ബാക്കിലുള്ള കംപ്രഷൻ കാരണം കൈകളിലേക്ക് വേദന അനുഭവപ്പെട്ടു എന്ന് വരാം. ഈ പ്രശ്നങ്ങളെല്ലാം ഇതിനോട് അസോസിയേറ്റ് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടും. പലപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ വേദന കാരണം ഒരു ജോലിയും ചെയ്യാനുള്ള ഉന്മേഷവും കാണത്തില്ല. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, എൻ്റെ ഡോക്ടറെ ഈ കടുത്ത ചൂടിൽ ഫാൻ ഇടാതെ കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഫാന് ഓഫ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഫാനിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതിനേക്കാൾ ഒരു അല്പം അങ്ങോട്ട് നീങ്ങി കിടക്കാനായിട്ട് നോക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മേല് കുളിച്ചിട്ട് കിടക്കാൻ നോക്കുക. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ കടുത്ത ചൂടിനെ ഓവർകം ചെയ്യുന്നതിന്, ഈ ഫാന് നമുക്ക് അടിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മസിൽ കഴപ്പ് മാറ്റുന്നതിന് സഹായിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. ഇപ്പോഴത്തെ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, പലർക്കും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം വെള്ളം കുടിച്ചാലായി. എന്നാൽ ഇപ്പോഴത്തെ കനത്ത ചൂട് കാരണം ഒരു ദിവസത്തിൽ 3-4 വെള്ളം കുടിക്കുന്നതിന് പകരം ഒരല്പം കൂടെ ഒരു 4-5 ഗ്ലാസ് വെള്ളം കുടിക്കും. ചോദിക്കുമ്പോൾ പറയും ഞാനിപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് പറയും. എന്നാൽ ശരീരത്തിൽ പ്രത്യേകിച്ച് മസിലുകളിൽ ആവശ്യത്തിന് വെള്ളം എത്താത്തത് നമുക്ക് ഇപ്പോഴത്തെ സീസണിലുണ്ടാകുന്ന ഈ മസിൽ വേദനയ്ക്കും മസിൽ കഴപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. എങ്ങനെയെന്നറിയാമോ? നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള മസിലുകളിലുള്ള ലവണങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോലൈറ്റ്സ് ശരിയായിട്ട് സോഡിയം, പൊട്ടാസ്യം ഇവിടെ പമ്പ് പ്രവർത്തിക്കത്തുള്ളൂ. ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ പമ്പിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മസിലുകൾക്ക് ഈ നിവരാനോ ചുരുങ്ങാനോ ഉള്ള ശേഷി കുറഞ്ഞു വരും. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, പെട്ടെന്ന് തന്നെ മസിലുകൾക്ക് നമ്മൾ കാണുന്നതിനേക്കാൾ ചെറിയ മസിൽ ഫൈബേഴ്സാണ് കേട്ടോ, പെട്ടെന്ന് ഉളുക്കിപ്പിടിക്കും, സ്പ്രെയിൻ ഉണ്ടാവും. ഈ സ്പ്രെയിൻ കൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും ചെറിയ വേദനയും ബുദ്ധിമുട്ടും കഴപ്പും അനുഭവപ്പെടും. അതുകൊണ്ടാണ് പറയണേ, ഇപ്പോഴത്തെ സീസണിൽ നിർബന്ധമായിട്ടും 3.5 ലിറ്റർ വെള്ളം, അത് വീട്ടിനകത്ത് ഇരിക്കുന്നു, നിങ്ങൾ വെയിൽ കൊള്ളുന്നില്ലെങ്കിൽ പോലും 3.5 ലിറ്റർ വെള്ളം കുടിക്കണം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് ിരിക്കട്ടെ, അവിടെ ഒരു 1 ഗ്ലാസോ 1.5 ഗ്ലാസോ കുടിക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ ബോധപൂർവം വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച്, ഇപ്പോൾ 2 കവള് വെള്ളം കുടിക്കുന്നതിന് പകരം 4 കവള് കുടിക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും, ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം കുറയും. ഇപ്പോൾ നിങ്ങളിപ്പോൾ AC റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ക്ഷീണവും ശരീരം കഴപ്പും തലവേദന, തലപ്പെരുപ്പൊക്കെ അനുഭവപ്പെടുന്നില്ലേ? ഇതിനെല്ലാം വെള്ളം കുടിക്കാത്ത ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് പകൽ വെള്ളം കുടിച്ച് നോക്കിയാൽ വൈകുന്നേരം ആകുമ്പോഴുണ്ടാകുന്ന ശരീരം വേദന, ശരീരം കഴപ്പ് എന്നിവ മാറുന്നതാണ്. മൂന്നാമത്തെ ഈ പ്രോബ്ലം, ശരീരം വേദനയുടെ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ചൂടാണ്. ഈ ഹീറ്റ്, പ്രത്യേകിച്ച് വെയിലെല്ലാം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന സമയത്ത് മസിലിന് ഇത് ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് 40 ഡിഗ്രി വരെയൊക്കെ വരുന്നുണ്ട്. ഈ 40 ഡിഗ്രിയും അതിന് മുകളിലേക്കും ചൂട് വരുമ്പോൾ നമ്മുടെ മസിലിനെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന പലവിധ അമിനോ ആസിഡുകളും ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. ഇതും നമുക്ക് ശരീരത്തിൽ മസിൽ പെയിൻ ഉണ്ടാകുന്നതിൻ്റെ കാരണമാണ്. ഇങ്ങനെ അമിതമായിട്ടുള്ള ചൂടുകൊണ്ടുണ്ടാകുന്ന ശരീരം വേദന താരതമ്യേന നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയെന്നറിയാമോ? ഈ ബോഡി പെയിൻ പ്രത്യേകിച്ച് ഈ ചൂട് കൊണ്ടാണ് വരുന്നത്
വരുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് കഴുത്തിൻ്റെ പുറകിലുണ്ടാവും. ഈ കഴുത്തിൻ്റെ പുറകിലുള്ള വേദനയും മസിൽ സ്റ്റിഫ്നെസ്സും പതുക്കെ ഗ്രാജുവലി മുമ്പിലേക്ക് വരും. നമ്മുടെ വാരിയലിൻ്റെ ഭാഗത്തുള്ള മസിലുകളുടെ വേദന വരും, വയറിൻ്റെ ഭാഗത്ത് വേദന വരും. ഇതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പെട്ടെന്ന് മസിൽ ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന പോലെ വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് പലപ്പോഴും അമിതമായിട്ടുള്ള ചൂട് നിങ്ങളുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സംഭവിച്ചു എന്ന് വരാം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വ്യായാമമില്ലായ്മയാണ്. ഈ ചൂട് കാലത്തുണ്ടാകുന്ന ശരീരം വേദനയ്ക്കും കഴപ്പിനും വ്യായാമമില്ലാത്ത എന്തുകൊണ്ടാണ് എന്ന് പലർക്ക് സംശയം തോന്നാം. രണ്ട് രീതിക്ക് ഈ വ്യായാമമില്ലാത്തത് മസിലുകളെ ബാധിക്കാറുണ്ട്. നമ്മുടെ മസിലുകൾ എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളുടെ ഷോക്ക് അബ്സോർബറുകൾ പോലെയാണ്. നന്നായിട്ട് ദിവസവും ഓടുന്ന ബൈക്കോ കാറോ ആണെങ്കിൽ അവയുടെ ഷോക്ക് അബ്സോർബറുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും സുഖകരമായിട്ടൊരു യാത്ര സാധിക്കുകയും ചെയ്യും. വാഹനം ഓടാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഷോക്ക് അബ്സോർബറുകൾ ജാമായി പോവുകയും നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇവ ശരിയായിട്ട് മൂവ് ചെയ്യാത്ത സാഹചര്യം വരും. നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ഇതുപോലെയാണ്. ദിവസവും മസിലുകൾ കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്താൽ, അതായത് ചുരുങ്ങി നിവരുന്ന മസിലുകൾ ഈ കൊളുത്തി പിടിക്കാനുള്ള സാധ്യത, നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ദിവസവും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിന് നല്ല ആയാസം, നല്ല ആരോഗ്യവും നിങ്ങൾക്ക് ഉന്മേഷവും നിലനിൽക്കുന്നതിനും, എന്നാൽ വ്യായാമം ഒട്ടും ചെയ്യാത്തവർക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് ബോഡി പെയിൻ, വിട്ടുമാറാതെ ശരീരം കഴപ്പ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര ക്ഷീണം, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്ന് പറയുന്നതും വ്യായാമം ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. നമ്മുടെ ശരീരത്തിലുള്ള മസിലുകളിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതിനും വ്യായാമം ഇല്ലായ്മ ഒരു പ്രധാന കാരണമാണ്. നമ്മൾ ഈ കാണുന്ന വലിയ രക്തക്കുഴൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഓരോ ശരീരത്തിലെ കോശങ്ങൾക്ക്, അതായത് ചെറിയ ചെറിയ മസിൽ ഫൈബേഴ്സിനും വരെ വളരെ കുഞ്ഞ് മൈക്രോ കാപ്പിലറി, അതായത് കണ്ണിൽ പോലും കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറിയ രക്തക്കുഴലിലൂടെ രക്തം പോകുന്നുണ്ട്. ഈ രക്തക്കുഴലിനകത്തൂടെ രക്തം നല്ല രീതിക്ക് പമ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ട് വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്താലേ നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ നന്നായിട്ട് പമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൃദയം മാത്രമല്ല, ശരീരത്തിൻ്റെ രണ്ടാമത്തെ ഹൃദയം, നമ്മുടെ കാലിലെ വണ്ണയിലെ മസിൽസ് ഇല്ലേ, കാലിൽ നിന്ന് മുകളിലേക്ക് രക്തം പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ വണ്ണയുടെ മസിൽസ് പ്രവർത്തിക്കണം. കാലിൻ്റെ വണ്ണയിലെ മസിലുകൾ അനങ്ങണമെന്നുണ്ടെങ്കിലോ വ്യായാമം ചെയ്യുക, ചുരുങ്ങിയത് നടക്കുകയെങ്കിലും വേണം. എങ്കിലേ ഈ രക്തഓട്ടം ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. രക്തഓട്ടം ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിൽ കഴപ്പോ വേദനയോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറുകയും ചെയ്യും. നന്നായിട്ട് ശരീരത്തിലുള്ള മസിലുകൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ഇതുമാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലുള്ള ചില വൈറ്റമിനുകളുടെ, ചില മിനറലുകളുടെ കുറവുകൊണ്ട് നിങ്ങൾക്ക് ശരീരം വേദനയും കഴപ്പുമില്ല ഇപ്പോഴത്തെ ഈ ചൂട് സീസണിൽ വിട്ടുമാറാതെ വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി കുറഞ്ഞ എന്തൊക്കെ ലക്ഷണം കാണിക്കുമോ നിങ്ങൾക്കറിയാമല്ലോ. പ്രധാനമായിട്ടും ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം, മസിലുകൾക്ക് വേദന, കഴപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും ഒരു ജോലി ചെയ്യാനുള്ള ഉന്മേഷമില്ലായ്മ, മസിലുകൾ കൊളുത്തി പിടിച്ച പോലെ ഇരിക്കുക, ശരീരത്തിലെവിടെയും സ്ട്രെയിൻ വന്നാൽ മാറാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാം. വൈറ്റമിൻ ഡി ഇപ്പോഴത്തെ സീസണിൽ കിട്ടുന്നതിന് വേണ്ടി വെയിലും ഉണ്ടാകാൻ മതി എന്ന് നമ്മൾ പറഞ്ഞാൽ വെയിലത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? 10 മണി കഴിഞ്ഞിട്ടുള്ള ചൂട് നിങ്ങൾക്കറിയാമല്ലോ, കരിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെന്നും പറഞ്ഞ് സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളിക വാങ്ങി കഴിക്കുക അല്ല ചെയ്യേണ്ടത്. വൈറ്റമിൻ ഡി കുറവാണെന്ന് രക്തപരിശോധനയിൽ കണ്ടാൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റുകൾ നിർദ്ദേശം അനുസരിച്ച് മാത്രം എടുക്കുക. അതേപോലെ വൈറ്റമിൻ ഡി ശരീരത്തിൽ കൂടുതൽ നൽകാൻ കഴിയുന്ന മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട വൈറ്റമിൻ B12 ആണ്. B12 എല്ലാവർക്കും കുറഞ്ഞു പോകാറില്ല. B12 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡികളുടെ പ്രവർത്തനത്തിനെയും ബാധിക്കുകയും നമ്മുടെ കുഞ്ഞ് നാഡികളുടെ നെർവുകൾ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, നമ്മുടെ മസിലുകൾ പ്രവർത്തിക്കണമെങ്കിൽ തലച്ചോറിൽ നിന്ന് നാഡികളുടെ നിർദ്ദേശം ചെല്ലണ്ടേ, ശരിയായിട്ട് നിർദ്ദേശം ചെല്ലത്തില്ല. മസിലുകളുടെ വേദന, പെരുപ്പ്, തരിതരിപ്പ്, പിരിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആർക്കെന്നറിയാമോ? വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, വെജിറ്റേറിയൻ ഭക്ഷണമാണ് മനുഷ്യന് വേണ്ടത്, ഇത് കഴിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയും. എന്നാൽ ഈ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരെ 95% വിളിച്ചുകൊണ്ട് രക്തപരിശോധന നടത്തി വയ്ക്കുക B12 ഡെഫിഷ്യൻ്റ് ആയിരിക്കും. B12 ഡെഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ, ഇവർക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ മസിലുകളുടെ കോർഡിനേഷൻ പ്രോബ്ലവും, മസിൽ വേദനയും, ശരീരക്ഷീണവും, കഴപ്പും, അമിതമായിട്ടുള്ള ക്ഷീണവും ബുദ്ധിമുട്ടും എല്ലാം അനുഭവപ്പെട്ടു എന്ന് വരാം. ഇനി B12 ഡെഫിഷ്യൻസി മറികടക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? സിമ്പിളാണ്. അത്യാവശ്യം ഇറച്ചിയും മീനും മുട്ടയെല്ലാം കഴിക്കുക. ചിക്കൻ്റെയൊക്കെ കരളൊക്കെ ഇടയ്ക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാൻ നോക്കുക. ഇതെല്ലാം വളരെ സമൃദ്ധിയായിട്ട് ശരീരത്തിൽ B12 എത്തിക്കുന്നതിനും നമ്മുടെ കരളിന് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാനും സഹായിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്നത് കാൽഷ്യം, മെഗ്നീഷ്യം ആണ്. ഈ കാൽഷ്യം, മെഗ്നീഷ്യം ആണ് നമ്മുടെ മസിലുകൾ പ്രവർത്തിക്കുന്നതിന്, മസിലുകളെയും എല്ലുകളെയും വലിച്ച് നിവർത്തുന്നതിന് എല്ലാം സഹായിക്കുന്നത്. കാൽഷ്യം, മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തിനെ പോലും ബാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് വിട്ടുമാറാതെ ശരീരത്തിലുണ്ടാകുന്ന കോച്ചിപ്പിടുത്തം, മസിലുകൾ ഭയങ്കരമായിട്ട് കോച്ചിപ്പിടിക്കുന്നു, വിചാരിക്കുന്ന പോലെ വർക്ക് ചെയ്യുന്നില്ല, ചില ഭാഗത്ത് മസിലുകൾക്ക് ഭയങ്കര പെരുപ്പ് അനുഭവപ്പെടുന്നൊക്കെ പറയുന്നില്ലേ, ഇത് കാൽഷ്യം, മെഗ്നീഷ്യം കുറയുന്നതുകൊണ്ട് സംഭവിക്കാം. മെഗ്നീഷ്യം ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടുന്നത് നട്ട്സ്, തവിടുള്ള ധാന്യങ്ങൾ പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതിയാവും.
കാൽഷ്യം കിട്ടുന്നതിന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, മീൻ, മുട്ട, ഇറച്ചി, അത്യാവശ്യം പാൽ ഉൽപ്പന്നങ്ങൾ, തൈര്, മോര്, വെണ്ണ, നെയ്യ് എന്നിവ കഴിക്കാൻ നോക്കുക. ഇലക്കറികൾ, പ്രത്യേകിച്ച് അഗസ്തിച്ചീര, പൊന്നാങ്കണ്ണി ചീര, നമ്മുടെ സാധാരണ ഇലക്കറികൾ, പയറിൻ്റെ ഇല, ഇവയ്ക്കകത്തെല്ലാം വളരെ സമൃദ്ധിയായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അത്യാവശ്യം എള്ള് പോലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ധാന്യങ്ങൾ കഴിക്കാൻ നോക്കുക. ചിയാ സീഡ്, ഫ്ലാക്സ് സീഡൊക്കെ കഴിക്കാൻ നോക്കുക. ഈ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ തിരിച്ച് ആവശ്യത്തിന് സപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. ഇപ്പോഴത്തെ ഈ ചൂട് കാലത്തുണ്ടാകുന്ന ശരീരം വേദനയും കഴപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ പ്രധാനമായിട്ടും വിശദീകരിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, സന്ധിവാത ടെൻഡൻസി ഉണ്ടെങ്കിൽ വേദന വരാം, യൂറിക് ആസിഡ് കൂടിയാൽ വരാം, ഗൗട്ട് ടെൻഡൻസി ഉണ്ടെങ്കിൽ വരാം, തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം. ഇതുകൂടാതെ നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ ബോഡി പെയിൻ അനുഭവപ്പെട്ടു എന്ന് വരാം. ഇതുകൂടാതെ അമിതമായിട്ട് ടെൻഷൻ, മാനസിക പിരിമുറുക്കം, ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിലും ശരീരം വേദന വിട്ടുമാറാതെ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ ബോഡി പെയിൻ വരുന്നതിന്. എന്നാൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോഴത്തെ സീസണിലെ ഈ കടുത്ത ചൂടിലുണ്ടാകുന്ന ശരീരം വേദനയും കഴപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ, ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി പോയില്ലേ? ഇത് ഇപ്പോഴത്തെ എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഒരു 40 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് അലട്ടുന്ന പ്രശ്നമാണ്. ഞാൻ ഇഷ്ടംപോലെ ഈ കേസ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.